നമസ്കാരം, ഞാൻ കർത്താസ് ആയുർവേദിക് വെൽനസ് സെൻറ്ററിൽ നിന്നും ഡോക്ടർ ആരതി. ഞാനിന്ന് ഗ്യാസ്ട്രോ ഇസോഫാഗിയൽ റിഫ്ലക്സ് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് നമ്മൾ പറയുന്ന രോഗാവസ്ഥയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് അത് വയറ്റിൽ ആസിഡ് കൂടിയിട്ട് അത് മുകളിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് എന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല. നമ്മുടെ ദഹനരസങ്ങൾ ഗ്യാസ്ട്രിക് ജ്യൂസസ് കുറയുകയും അത് വേണ്ട വിധത്തിൽ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്ത് 3 തൊട്ട് 4 ലിറ്റർ വരെ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ടാകും. അതിലൊരു പ്രധാന ഘടകമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പക്ഷെ മറ്റ് പദാർത്ഥങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാലക്രമേണ നമ്മുടെ രോഗാവസ്ഥ കാരണവും ഏജ് കാരണവും അല്ലെങ്കിൽ തെറ്റായ ജീവിതശൈലി കാരണം ഈ വയറ്റിലെ ലൈനിങ്ങിന് ഈ ആസിഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഇതിൻ്റെ pH കുറയുകയും 1 തൊട്ട് 3 വരെയാണ് കറക്റ്റ് ഒരു സ്റ്റൊമക് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH വേണ്ടത്. അതായത് ഹൈലി ആസിഡിക് ആണ്. അത്രയും ആസിഡിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ആഹാരത്തിലെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന ബാക്ടീരിയയും എല്ലാം നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കാലക്രമേണ പല പല അവസ്ഥയിൽ ഈ ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇതിന് ദഹിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയും വരും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കൂടുതൽ നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം വയറ്റിൽ കിടക്കും. വയറ്റിൽ കിടന്നിട്ട് അതിന് പൂർണ്ണമായിട്ട് ദഹിക്കാൻ പറ്റാതെ വരികയും കുറേ ഗ്യാസസ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഗ്യാസ് പുറത്തേക്ക് ഏമ്പക്കമായിട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ പുളിച്ച ഒരു ആസിഡിക് കണ്ടൻ്റ് കൂടെ നമ്മുടെ ഈസോഫാഗസിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സെല്ലുകളുടെ ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു എരിച്ചിലാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ഒരിക്കലും ആസിഡ് കൂടിയത് കൊണ്ടല്ല ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം വയറ്റിലെ സെല്ലുകൾക്ക് മാത്രമാണ് ഈ ആസിഡിക് കണ്ടീഷൻ താങ്ങാൻ പറ്റുന്നത്. ബാക്കി ഒരു സെല്ലുകൾക്കും ശരീരത്തിലെ ഈ ആസിഡിനെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അന്നേരം അറിയുന്ന ഒരു എരിച്ചിലാണ് ഈ നെഞ്ചരിച്ചിൽ എന്ന് നമ്മൾ പറയുന്ന അവസ്ഥ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ദഹനരസങ്ങൾ കുറയുന്നതാണ്, ഒരിക്കലും കൂടുന്നതല്ല. ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ തെറ്റാണ്. അത് ആസിഡ് കുറയ്ക്കുന്ന പോലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അത് കണ്ടീഷൻ വീണ്ടും വഷളാക്കുകയുള്ളൂ. നമ്മുടെ ഈ പ്രത്യേകിച്ച് പ്രോട്ടീൻ ദഹിപ്പിക്കണമെങ്കിൽ പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവണം. ഇത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ നമ്മുടെ സ്റ്റൊമക് ആസിഡ് കറക്റ്റ് pH തന്നെ ഇരിക്കണം. ഈ 1 തൊട്ട് 3 വരെയുള്ള pH മാത്രമേ ഈ പെപ്സിൻ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഹെവി പ്രോട്ടീൻ, എസ്പെഷ്യലി മാംസാഹാരത്തിലെ ഹെവി പ്രോട്ടീൻ ദഹിക്കാതെ വരികയും ഇത് ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മുടെ കുടലിലേക്ക് പോവുകയും അവിടെ നിന്ന് കൂടുതലായിട്ട് ബാക്ടീരിയ ഉണ്ടാവുകയും കൂടുതൽ ബോഡിക്ക് അസുഖങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ പ്രധാന റീസൺ ഈ സ്റ്റൊമക് ആസിഡാണ്. സ്റ്റൊമക് ആസിഡ് കുറയുന്നത് കൊണ്ട്. അതുപോലെ തന്നെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഡീജനറേറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുടെ മൂല കാരണം ഈ വയറ്റിലെ ആസിഡ് കുറവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് കാൽഷ്യം, എല്ലാ ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ സ്റ്റൊമക് ആസിഡ് വേണം. പക്ഷേ എസ്പെഷ്യലി കാൽഷ്യവും അയണും പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് നല്ല കറക്റ്റ് pH സ്റ്റൊമക് ആസിഡും വേണം, പ്ലസ് ഈ കറക്റ്റ് ക്വാണ്ടിറ്റിയും വേണം. ഈ 3 തൊട്ട് 4 ലിറ്റർ വരെ ഉണ്ടാകേണ്ട ഗ്യാസ്ട്രിക് ജ്യൂസസ് കാലക്രമേണ കുറഞ്ഞ് ചില ആളുകളിൽ 1 കപ്പ് മാത്രമായി തീരുന്നു. ആ സമയത്താണ് അവർക്ക് ഒരാഹാരവും ദഹിക്കാൻ പറ്റാതെ വരികയും വിശപ്പില്ലാത്ത അവസ്ഥ, ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഡീജനറേറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങൾ, എല്ല് തേയ്മാനം, നടുവേദന എല്ലാം ഉണ്ടാകുന്നു. കാരണം ഈ സ്റ്റൊമക്കിലെ ഡൈജഷൻ എന്ന് പറയുന്നത് വെറും ആദ്യഘട്ടമേ ആകുന്നുള്ളൂ. ഈ സ്റ്റൊമക്കിൽ നിന്നും ഇതൊരു പകുതി ഡൈജഷൻ കഴിഞ്ഞിട്ട് വേണം കുടലിലേക്ക് വിടാൻ. അവിടെ നിന്നാണ് മെയിനായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. അവിടെയും പലതരം ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് എല്ലാ സിസ്റ്റത്തെയും ബാധിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ സാധനങ്ങളും, പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വേണ്ട വിധത്തിലുള്ള പ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ചികിത്സയാണ് അഗ്നി വർദ്ധിപ്പിക്കൽ. അഗ്നി എന്ന് പറയുമ്പോൾ വയറ്റിലെ ദഹനം മാത്രമല്ല, നമ്മൾ എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രശ്നമാണെങ്കിൽ അതെല്ലാം എല്ലാ അവയവങ്ങളും കണക്റ്റഡ് ആണ്, എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആയുർവേദത്തിലെ ചികിത്സ തുടങ്ങുന്നത് തന്നെ ഒരാൾക്ക് ഈ അഗ്നി വർദ്ധിപ്പിക്കുന്ന, അതായത് ഈ ദഹനരസങ്ങളുടെയൊക്കെ ഉൽപ്പാദനം കൂട്ടുന്ന ചികിത്സയാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്രശ്നമാണെങ്കിൽ, അസിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇത് രസം കുറയ്ക്കാനുള്ളതല്ല ചെയ്യേണ്ടത്, ദഹനരസങ്ങൾ കൂട്ടാനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്.